കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയെക്കുറിച്ച് CPM കേന്ദ്ര കമ്മിറ്റി നടത്തിയ ഗൗരവമേറിയ വിലയിരുത്തലുകൾ വിശദീകരിച്ചുകൊണ്ട് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും CPMന് വീഴ്ചകൾ സംഭവിച്ചതായും ഇടതുപക്ഷ സർക്കാർ എന്തിനാണ് ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും CC വിലയിരുത്തി. നേതാക്കളുടെ പെരുമാറ്റത്തിലും ശൈലിയിലും കടുത്ത പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ജനങ്ങളോട് വിനയത്തോടെ സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവം കേൾക്കാനും സാധിക്കാതെ വന്നത് അടിമുടി തിരുത്തണമെന്നും പാർട്ടി തയ്യാറാക്കിയ രേഖ നിർദ്ദേശിക്കുന്നതായും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ സ്വയം വിമർശനത്തിന് വിധേയരാകണമെന്നും പാർട്ടി തയ്യാറാക്കിയ രേഖ നിർദ്ദേശിക്കുന്നു. സെപ്റ്റംബർ പകുതിയോടെ ചേരുന്ന വിശാല സംസ്ഥാന സമിതി യോഗത്തിൽ തോൽവിയും നേതൃത്വത്തിന്റെ വീഴ്ചകളും വിശദമായി ചർച്ച ചെയ്യുമെന്നും സ്വയം വിമർശനം എല്ലാവർക്കും ബാധകമാണെന്നും MA ബേബി വ്യക്തമാക്കുകയും ചെയ്തു. പാർട്ടിക്ക് സംഭവിച്ച പിഴവുകൾ മറച്ചുവെക്കാതെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ച് തിരുത്തുകയാണ് ഇടതുപക്ഷ രീതിശാസ്ത്രമെന്ന് MA ബേബി വ്യക്തമാക്കി. പരമ്പരാഗത കോട്ടകളായ തളിപ്പറമ്പ്, പയ്യന്നൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പോലും നമ്മുടെ മണ്ഡലമല്ലേ എന്ന രീതിയിലുണ്ടായ അലംഭാവവും അമിത ആത്മവിശ്വാസവും താഴെത്തട്ടിൽ പ്രചരണത്തിന്റെ തീവ്രത കുറച്ചു. CPMൽ നിന്നും ജനങ്ങൾ ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നേതാക്കളുടെ ബന്ധുക്കൾക്ക് അർഹതയുണ്ടെങ്കിൽ പോലും സ്ഥാനാർത്ഥിത്വം നൽകുന്നതിലടക്കം ജനങ്ങൾക്കിടയിലുണ്ടായ വികാരം തിരിച്ചറിയുന്നതിൽ നേതൃത്വത്തിന് ജാഗ്രത കുറവുണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം പോലുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ അനാവശ്യമായി ചർച്ചയാക്കുന്നതായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചകളിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാനാകില്ല. കൂടാതെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിഭജന പ്രസ്താവനകളോട് ശക്തമായി പ്രതികരിക്കാൻ പാർട്ടിക്ക് കഴിയാത്തതും വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ നിയമിച്ചതിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് UDFനെതിരെയും മുഖ്യമന്ത്രി VD സതീശനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് MA ബേബി ഉന്നയിച്ചത്. വിഴിഞ്ഞത്തേക്ക് അദാനിയെ ആദ്യം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും അത് തുടരുകയാണ് LDF ചെയ്തതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ നിലവിലെ ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹതയുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ മംഗളൂരുവിൽ വെച്ച് അദാനി ഗ്രൂപ്പ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതായും അദ്ദേഹത്തിന്റെ വിമാനയാത്രയും സംശയാസ്പദമാണ്. വ്യക്തിപരമായ സന്ദർശനമാണെന്ന് സതീശൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ കൂടിക്കാഴ്ചയിൽ വലിയ ദുരൂഹതയുണ്ടെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു.